നമുക്കിന്ന് അരി കൊണ്ട് നല്ല ക്രിസ്പി പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കണം. ഇത്ര കട്ടിയോടുകൂടി വേണം ആയി കിട്ടാൻ. കൂടുതൽ അരയാതെ കുറച്ച് തരിയോടുകൂടി വേണം അരച്ചെടുക്കേണ്ടത്. ഇനി കൂടുതൽ പഴുക്കാതെ ഏത്തപ്പഴം എടുത്ത് അതിൻ്റെ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് 2 കഷ്ണമാക്കി ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ. ഇതിപ്പോൾ നീളത്തിലായി. ഇനി റൗണ്ടിലും കട്ട് ചെയ്തെടുക്കാം. സാധാരണ ഒരു പഴം മുഴുവനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ 2 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് എളുപ്പത്തിലിടാൻ വേണ്ടി. അങ്ങനെ ഏത്തപ്പഴം ഞാൻ 2 ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച മാവിലോട്ട് ഓരോന്നായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇതുപോലെ ഓരോന്നായി ഇട്ട് കൊടുക്കണം. രണ്ട് രീതിയിലും കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളം ബ്രൗൺ കളറാകുമ്പോൾ ഇതുപോലെ കോരിയെടുക്കാവുന്നതാണ്. അധികം മൊരിയാതെ ഇതുപോലെ വേണം ആയിക്കിട്ടാൻ. അങ്ങനെ നമ്മുടെ ചായക്കുള്ള പഴംപൊരി റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ചൂട് ചായയോടൊപ്പം തന്നെ ചൂട് കിറുമുറ പഴംപൊരി കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.